2025 ഏപ്രിൽ 22-ന് പാകിസ്ഥാന്റെ പിന്തുണയോടെ ലഷ്കർ-ഇ-തൊയ്ബയുടെ കീഴിലുള്ള തീവ്രവാദ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് നടത്തിയ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരായ 25 പേരും ഒരു വിദേശിയുമടക്കം 26 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ മതം ചോദിച്ച് തിരഞ്ഞുപിടിച്ചാണ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. ഈ ക്രൂരമായ നടപടിക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് കൃത്യം 16 ദിവസങ്ങൾക്ക് ശേഷം 2025 മെയ് 7-ന് പുലർച്ചെ ഇന്ത്യൻ സൈന്യം ഒരു സംയുക്ത സൈനിക നീക്കം നടത്തി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ഏകോപനത്തിൽ നടന്ന ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. പുലർച്ചെ രാത്രി 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് മുതൽ രാത്രി 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയുള്ള 25 മിനിറ്റിനുള്ളിൽ പാക് അധീന കശ്മീരിലെ 5-ഉം പാകിസ്ഥാനിലെ 4-ഉം ഉൾപ്പെടെ ആകെ 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പ്രധാനമായും റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പോർമുനകളുള്ള SKLP ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകളും ഉൾപ്പെടെ 24 മിസൈലുകളും ബോംബുകളുമാണ് ഈ ലക്ഷ്യസ്ഥാനങ്ങളിൽ വർഷിച്ചത്. ഈ മിന്നലാക്രമണത്തിൽ ഏകദേശം 80ഓളം തീവ്രവാദികളെ വധിക്കാനായതായാണ് റിപ്പോർട്ടുകൾ.